ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ടീം അംഗങ്ങൾ, ശ്രീനാരായണ ഗുരു വാട്സപ്പ് ഗ്രൂപ്പിലെയും ഫേസ്ബുക്ക്, യൂട്യൂബ് പേജിലെയും എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഗുരുദേവനാമത്തിൽ വിനീത നമസ്കാരം. വിദ്വാൻ വെളുത്തേരി ശ്രീമാൻ പെരുന്നല്ലി ഹൃദ്യശീലൻ മണം പോരുമെന്നിങ്ങനെ ബുദ്ധിമാന്മാരാം സതീർത്ഥ്യരോടൊന്നിച്ച സിദ്ധയോഗീന്ദ്രനാം സ്വാമിക്കു മംഗളം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെക്കുറിച്ച് സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ എഴുതിയ കവിതയിലെ 4 വരികളാണ് ഞാൻ ആലപിച്ചത്. ഇതിൽ രണ്ടാമത്തെ വരിയിൽ പറയുന്ന ഹൃദ്യശീലൻ മണമ്പൂരെന്ന മണമ്പൂർ ഗോവിന്ദനാശാനെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. വാരണപ്പള്ളിയിൽ കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ്റെ സംസ്കൃത വിദ്യാലയത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെയും വെളുത്തേരി കേശവൻ വൈദ്യർ, പെരുന്നല്ലി കൃഷ്ണൻ വൈദ്യർ, വാരണപ്പള്ളി കുഞ്ഞുപണിക്കർ, KC കുഞ്ഞൻ വൈദ്യർ എന്നീ പ്രഗത്ഭരുടെയും സതീർത്ഥ്യനും സുഹൃത്തുമായിരുന്നു മണമ്പൂർ ഗോവിന്ദനാശാൻ. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിൽ കല്ലമ്പലത്തിന് തെക്ക് മണമ്പൂർ എന്ന സ്ഥലത്ത് വാഴാങ്കോട്ട് കുടുംബത്തിൽ 1860 ഗോവിന്ദനാശാൻ്റെ ജനനം. അച്ഛൻ്റെ കുടുംബമായ വാഴാങ്കോട്ട് നിന്ന് പിന്നീട് വർക്കല റെയിൽവേ സ്റ്റേഷന് തെക്ക് ഭാഗത്തുള്ള അമ്മയുടെ കുടുംബമായ ചാന്നാർ വിളാകത്ത് താമസമാക്കി. അവിടെ നിന്നും ഗോവിന്ദനാശാൻ കായംകുളം പുതുപ്പള്ളിയിലുള്ള വാർണപ്പള്ളി തറവാട്ടിൽ കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ കീഴിൽ സംസ്കൃതം അഭ്യസിക്കുവാനായി എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു പലചരക്ക് വ്യാപാരിയായി ജീവിതം ആരംഭിച്ച ആശാൻ കുട്ടിക്കാലം മുതൽക്കേ വിജ്ഞാനദാഹിയായിരുന്നു. ഒരു ദിവസം അനുജൻ വേലായുധൻ്റെ ഒരു വൈദ്യ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കെ അടുത്ത് വന്ന അനുജനോട് ഗോവിന്ദൻ ഒരു സംശയം ചോദിച്ചു. അപ്പോൾ അനുജൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: കൊച്ചണ്ണൻ ഇതൊന്നും നോക്കണ്ട, കടയിൽ പോയി സാമാനങ്ങൾ വിൽക്കണം. അത്യന്തം ധാർഷ്ട്യത്തോടു കൂടിയുള്ള അനുജൻ്റെ പരുഷമായ വാക്കുകൾ ആശാൻ്റെ ഉള്ളിൽ തറച്ചു കയറി. അന്ന് രാത്രി ഗോവിന്ദൻ ഉറങ്ങിയില്ല. തൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയ ആ സംഭവത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു: ഒരു വലിയ സംസ്കൃത പണ്ഡിതനായി തീരണം. പിറ്റേ ദിവസം കടയും കടയിലെ സാധനങ്ങളുമെല്ലാം വിറ്റുകിട്ടിയ പണവുമായി അദ്ദേഹം നാടുവിട്ടു. നേരെ പോയത് രാമൻപിള്ള ആശാൻ്റെ കീഴിലുള്ള സംസ്കൃതം അഭ്യസിക്കുവാനാണ്. 4 വർഷത്തോളം വാരണപ്പള്ളിയിൽ താമസിച്ച് രാമൻപിള്ള ആശാനിൽ നിന്നും കാവ്യ നാടകാദി ഗ്രന്ഥങ്ങളിലും അലങ്കാരശാസ്ത്രത്തിലും ഉപസ്ഥിതി നേടി. പിന്നീട് വൈദ്യശാസ്ത്രം പഠിക്കാനായി ഹരിപ്പാട് അനന്തപുരത്ത് കൊട്ടാരത്തിലെ രാജരാജവർമ്മ മൂത്ത കോയി തമ്പുരാൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് 2 വർഷം ആയുർവേദം പഠിച്ച ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരികെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 26 വയസ്സ് കഴിഞ്ഞിരുന്നു. ചാവർക്കോട്ട് കൊച്ചുചെറുക്കൻ വൈദ്യരുടെ മകൻ കുഞ്ഞുശങ്കരനെയും മറ്റും സംസ്കൃത ഭാഷയും വൈദ്യശാസ്ത്രവും പഠിപ്പിച്ചുകൊണ്ടാണ് ഗോവിന്ദനാശാൻ തൻ്റെ അധ്യാപന ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. അതിന് ആശാനെ നിയോഗിച്ചത് തൻ്റെ ഗുരുനാഥനായ ഹരിപ്പാട് അനന്തപുരത്ത് കൊട്ടാരത്തിലെ തമ്പുരാൻ തന്നെയായിരുന്നു. തൻ്റെ മക്കളെ സംസ്കൃതവും വൈദ്യവും പഠിപ്പിച്ചതിന് സംതൃപ്തനായ കൊച്ചുചെറുക്കൻ വൈദ്യൻ പാരിതോഷികമായി കൊടുത്തത് അക്കാലത്ത് 1000 രൂപയാണ്. പിന്നീട് ഗോവിന്ദനാശാൻ നെടുങ്കണ്ടയിൽ സ്ഥാപിതമായ വിജ്ഞാന സന്ദായിനി സംസ്കൃത വിദ്യാലയത്തിലെ അധ്യാപകനായി. മഹാകവി കുമാരനാശാൻ സംസ്കൃതം പഠിച്ച വിദ്യാലയം എന്ന നിലയിലാണ് പിൽക്കാലത്ത് വിജ്ഞാന സന്ദായിനി പേര് കേട്ടത്. സാമ്പത്തിക പരാധീനകൾ ഉണ്ടായിരുന്നുവെങ്കിലും വിജ്ഞാന സന്ദായിനിയിൽ പോയി തന്നെ സംസ്കൃതം പഠിക്കണം എന്ന മകൻ്റെ അഭീഷ്ടപ്രകാരമാണ് പിതാവ് കുമാരുവിനെയും കൂട്ടി നെടുങ്കണ്ടയിലെത്തിയത്. മഹാപണ്ഡിതനും സൗജന്യവാരിധിയുമായ ഗോവിന്ദനാശാനെ ശരണം പ്രാപിച്ച് കൃതാർത്ഥത അടയണമെന്നുള്ള വിശ്വാസമാണ് അവരെ അവിടേക്ക് ആകർഷിച്ചത്. കുമാരുവിനെയും അച്ഛനെയും കണ്ട മാത്രയിൽ ഗോവിന്ദനാശാൻ വെളിയിൽ വന്ന് അവരുടെ ആഗമനോദ്ദേശം എന്താണെന്ന് ചോദിച്ചു. പുത്രൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു: ഇവൻ എൻ്റെ മകനാണ്. സംസ്കൃതം പഠിച്ചാൽ കൊള്ളാമെന്ന് ഇവനും പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും അതിയായ മോഹമുണ്ട്. ധനികനല്ലാത്തതിനാൽ ന്യായമായ പ്രതിഫലം പോലും തരുവാൻ നിവൃത്തിയില്ല. ഞാൻ തരുന്ന സംഖ്യ എത്ര തുച്ഛമായിരുന്നാലും അത് സാരമായി കരുതി
ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം. അച്ഛൻ്റെ അഭ്യർത്ഥനയുടെ മറുപടി അനുകൂലമായിരിക്കുമോ എന്നറിയാൻ വേണ്ടി പുത്രൻ ഇടയ്ക്കിടെ ഉത്കണ്ഠയോടെ ഗോവിന്ദനാശാൻ്റെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ അപേക്ഷയും മകൻ്റെ കൂടെയുള്ള നോട്ടവും ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഗോവിന്ദനാശാൻ കുമാരുവിനോട് ചിലതെല്ലാം ചോദിച്ചു. വ്യക്തവും നിർഭയവുമായ കുമാരുവിൻ്റെ മറുപടി ഗോവിന്ദനാശാനെ സന്തോഷവാനാക്കി. ഞാൻ പഠിപ്പിക്കാം, എനിക്ക് പ്രതിഫലം ഒന്നും വേണ്ട, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി വരും എന്ന ഗോവിന്ദനാശാൻ്റെ ആ മറുപടി കേട്ട് കൃതാർത്ഥനായ അച്ഛൻ മകനെ പാഠശാലയിലാക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങി. വിജ്ഞാനസന്ധായിനിയിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി കുമാരു തന്നെയായിരുന്നു. അതിവേഗം കുമാരു എല്ലാം പഠിച്ചു തീർക്കുകയും മണിക്കൂറിൽ 30-40 ശ്ലോകങ്ങൾ വരെ ചമയ്ക്കുകയും ചെയ്തു. കുമാരുവിൻ്റെ കഴിവുകളും കവിതാവാസനയിലുള്ള ആ മതിപ്പും മനസ്സിലാക്കി ഗോവിന്ദനാശാൻ കുമാരുവിനോട് സ്കൂളിനോട് യാത്ര പറഞ്ഞു പോകുന്ന അവസരത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി. കുമാര, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. എന്നിലും ഉപരി വേറെ ആരുടെയെങ്കിലും അടുക്കൽ പോയി നീ പഠിക്കണം. നിനക്ക് നല്ല ബുദ്ധിയും ജ്ഞാനതൃഷ്ണയുമുണ്ട്. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുശേഷമാണ് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പൽപ്പുവിൻ്റെ സഹായത്താൽ ബാംഗ്ലൂരിലും കൽക്കട്ടയിലും പോയി ഉപരിപഠനം നടത്തി ഒരു വിജ്ഞാന ഭണ്ഡാകാരമായി കുമാരനാശാൻ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. 2 വർഷത്തോളമേ ഗോവിന്ദനാശാൻ നെടുങ്കണ്ടയിൽ അധ്യാപകനായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം വർക്കല റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്ത് മുണ്ടകയിൽ ഒരു സ്ഥലത്തെ, അതായത് ചാന്നാർ വിളാകം ഭവന, അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു. അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെല്ലാം ഗുരുവിൻ്റെ ആ ഭവനത്തിൽ തന്നെ അന്തേവാസികളായിട്ട് കഴിഞ്ഞുകൊള്ളണമെന്ന് അത് ആശാന് നിർബന്ധമായിരുന്നു. ഗുരുകുലത്തോടൊപ്പം തന്നെ ആശാൻ അവിടെ ഒരു ഗോകുലവും സ്ഥാപിച്ചിരുന്നു. ധാരാളം പശുക്കളെ ആശാൻ വളർത്തി. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഹിരൺമയി രൂപമാണ് പശുക്കളെന്നുള്ള രീതിയിലാണ് ആശാൻ പശുക്കളെ സംരക്ഷിച്ചിരുന്നത്. അവിടെ ചാണകം വാരുക, പശുക്കളെ കുളിപ്പിക്കുക, എരുത്തിൽ കഴുകി വൃത്തിയാക്കുക, പുല്ലും വൈക്കോലും മറ്റും കൊടുക്കുക, വീട്ടുകാര്യങ്ങളിൽ ഗുരുപത്നിയെ സഹായിക്കുക തുടങ്ങിയ ഒട്ടേറെ ജോലികൾ ചെയ്യേണ്ടത് ശിഷ്യന്മാരുടെ ദിനകൃത്യങ്ങളുടെ ഭാഗമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ വന്ന് ആശാൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇത്രയേറെ ശിഷ്യസമ്പത്തുള്ള മറ്റൊരു അധ്യാപകൻ അക്കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമാണ്. മറ്റ് ദിനകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ ഗൃഹപരിസരത്തുള്ള ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോയിട്ട് മുങ്ങിക്കുളിച്ച് ശുദ്ധിയായിട്ട് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചിട്ടേ ക്ലാസ്സിൽ ഹാജരാവൂ എന്ന് ആശാന് വളരെ നിർബന്ധമായിരുന്നു. 1916 മുണ്ടയിൽ നടത്തി വന്നിരുന്ന ഈ ഗുരുകുല പാഠശാലയുടെ പ്രവർത്തനം ആശാന് പിന്നീട് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അതിന് കാരണം ശിവഗിരിയിൽ സ്വാമി തൃപാദങ്ങൾ നടത്തിയിരുന്ന സംസ്കൃത പാഠശാലയിലെ പ്രധാന അധ്യാപകനായിട്ട് അദ്ദേഹത്തിന് ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു എന്നതാണ്. അത് ഗുരുവിൻ്റെ കൽപ്പനയായിരുന്നു. അത് ആശാൻ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ആശാൻ അത് അനുസരിച്ചത്. ശിവഗിരിയിലെ വിദ്യാലയത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അന്നു മുതൽ മരണം വരെ ആശാൻ ശിവഗിരിയിലെ സംസ്കൃത അധ്യാപകനായിരുന്നു. SNDP യോഗത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു ശിവഗിരി സംസ്കൃത പാഠശാല നടത്തിയിരുന്നത്. ഗുരുദേവനിൽ വളരെയേറെ ഭക്തിവിശ്വാസമുള്ള ഒരു പരമഭക്തിയായിരുന്നു ഗോവിന്ദനാശാൻ്റെ സഹധർമ്മിണി ലക്ഷ്മിയമ്മ. ചിറയൻകീഴിലെ വൈദ്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അവർ. സ്വാമിക്ക് കുടിക്കാനുള്ള പാല് നിത്യവും ശിവഗിരിയിൽ എത്തിച്ചിരുന്നത് ലക്ഷ്മിയമ്മയായിരുന്നു. ശുചിത്വത്തിൻ്റെ തന്നെ അവതാരമായിരുന്ന സ്വാമിക്ക് ഏറെ ശുചിത്വം പാലിച്ചുകൊണ്ടാണ് പാല് കറന്ന് കാച്ചി ശിവഗിരിയിൽ കൊടുത്തയച്ചിരുന്നത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പശുവിനെ വൃത്തിയായി കുളിപ്പിച്ച ശേഷം ലക്ഷ്മിയമ്മ വീട്ടുവളപ്പിലെ കുളത്തിൽ പോയി മുങ്ങിക്കുളിക്കും. എന്നിട്ട് ഈറനണിഞ്ഞ വസ്ത്രങ്ങളുമായി വന്ന് പശുവിനെ കറക്കും. പിന്നീട് ആ പാല് ഏറ്റവും ശുദ്ധമായ പാത്രത്തിലൊഴിച്ച് തിളപ്പിച്ച ശേഷം ഏറ്റവും വൃത്തിയുള്ള പാത്രത്തിൽ ഒഴിച്ച് ശിവഗിരിയിൽ കൊടുത്തയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ലക്ഷ്മിയമ്മയുടെ ശുചിത്വത്തിൽ സ്വാമിക്കും പൂർണ്ണ വിശ്വാസമായിരുന്നു. അനവധി തവണ സ്വാമി ചാന്നാർ വിളാകം സന്ദർശിച്ചിട്ടുണ്ട്. ലക്ഷ്മിയമ്മയുടെ ഭവനത്തിൽ ചെല്ലുന്ന സമയത്തൊക്കെ ലക്ഷ്മിയമ്മ വളരെ ഭക്ത്യാദരപൂർവ്വം പാചകം ചെയ്ത ഭക്ഷണം സ്വാമിക്ക് കൊടുക്കുകയും സ്വാമി അത് സന്തോഷത്തോടു കൂടി കഴിക്കുകയും ചെയ്തിട്ടുണ്ട്.
ലക്ഷ്മിയമ്മ ഗോവിന്ദനാശാൻ ദമ്പതികൾക്ക് 6 സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത്. ദാമോദരൻ, ദാക്ഷായണി, സദാശിവൻ, സദാനന്ദൻ, സൗദാമിനി, വേദാത്മിക. അതിൽ മൂത്ത മകനായ ദാമോദരൻ ഈഴവ സമുദായത്തിലെ ആദ്യത്തെ BA ഓണേഴ്സുകാരനും ആറ്റിങ്ങൽ മുൻസിഫ് കോടതിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റുമായിരുന്നു. തൻ്റെ സതീർത്ഥ്യനും സുഹൃത്തും ശിഷ്യനുമൊക്കെയായിരുന്ന ഗോവിന്ദനാശാനെ സ്വാമി ആശാൻ എന്നാണ് സംബോധന ചെയ്തിരുന്നത്. ഒരു ദിവസം സ്വാമി ചാന്നാർവിളാകത്ത് വരികയും ആശാനെ വരീൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആശാനെയും കൂട്ടി അടുത്തൊരു വീട്ടിൽ മസൂരി രോഗം ബാധിച്ച് കിടന്നിരുന്ന ഒരു രോഗിയെ കാണാൻ പോവുകയുണ്ടായി. അല്പം കഴിഞ്ഞ് മടങ്ങി വരികയും ചെയ്തു. ഏതാനും ദിവസം കഴിഞ്ഞ് പതിവ് പോലെ രാവിലെ 9 മണിക്ക് ശിവഗിരിയിലെ പാഠശാലയിലെത്തിയ ആശാന് പെട്ടെന്ന് പനിയും ശരീരമാസകലം അസഹ്യമായ വേദനയും അനുഭവപ്പെടാൻ തുടങ്ങി. ശിഷ്യന്മാർ ഗുരുവിനെ വിവരമറിയിച്ചു. ആശാന് മസൂരി രോഗമാണ്, ഉടനെ വീട്ടിലെത്തിക്കണം. അതായിരുന്നു സ്വാമിയുടെ പ്രതികരണം. ഉടൻ തന്നെ വില്ലുവണ്ടി വരുത്തി ശിഷ്യന്മാർ ആശാനെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. ആശാനെ പിടികൂടിയത് അതിഭയങ്കരമായ മസൂരി രോഗമായിരുന്നു. വീട്ടിലുള്ളവരെല്ലാം താമസം മാറി. ആശാനെ ചികിത്സിച്ചത് കൈപ്പയിൽ കുഞ്ഞുശങ്കരൻ വൈദ്യരാണ്. 7ാമത്തെ ദിവസം സ്വാമി തൃപ്പാദങ്ങൾ ചാന്നാർവിളാകത്ത് ചെല്ലുകയും വീടിൻ്റെ വടക്ക് വശത്തുള്ള പ്ലാവിൻ ചുവട്ടിലിരുന്നു കൊണ്ട് ആശാന് മരിക്കുന്നതിൽ ഭയമുണ്ടോ, ആഗ്രഹങ്ങൾ വല്ലതുമുണ്ടോ എന്നന്വേഷിച്ചു വരുവാൻ കൈപ്പയിൽ കുഞ്ഞുശങ്കരൻ വൈദ്യരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് വൈദ്യർ മടങ്ങി വന്ന് സ്വാമിയെ വിവരം അറിയിച്ചു. നവദ്വാരേ വപു കുംഭേ എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലിയിട്ട് മരിക്കുന്നതിൽ ഭയന്നിട്ട് കാര്യമില്ലെന്നും അക്കാര്യം ഗുരുവിന് തന്നെ അറിയാമല്ലോ എന്നും ആശാൻ പറഞ്ഞതായി അറിയിച്ചു. ഇതുവരെ ജീവിച്ചിരുന്നത് തന്നെ ലാഭമല്ലേ എന്ന് ചോദിച്ചു അത്രേ. ആഗ്രഹങ്ങളൊന്നുമില്ലെന്നും വിശേഷിച്ച് ഒന്നും തന്നെ നിർവഹിക്കാനില്ലെന്നുമായിരുന്നു ആശാൻ്റെ മറുപടി. അങ്ങനെയല്ലല്ലോ, ആശാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ 1-2 ആഗ്രഹങ്ങൾ ഇരിപ്പുണ്ടല്ലോ, പോയി ചോദിക്കണം. പരഹൃദയജ്ഞാനിയായ ഗുരുദേവൻ വീണ്ടും വൈദ്യരെ പറഞ്ഞയച്ചു. അങ്ങനെ ആശാൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ആ 2 ആഗ്രഹങ്ങൾ ആശാൻ പറഞ്ഞു. മൂത്ത മകൻ ദാമോദരനെ അഭ്യസ്ത വിദ്യനാക്കണം, മകൾ ദാക്ഷായണിയുടെ വിവാഹം ശിവഗിരിയിൽ വെച്ച് നടത്തണം. ഈ 2 ആഗ്രഹങ്ങളായിരുന്നു ആശാനുണ്ടായിരുന്നത്. വിവരമറിഞ്ഞ സ്വാമി അപ്പോൾ പറഞ്ഞ പ്രകാരമാണ്, മകൻ BAയ്ക്കും അതിനപ്പുറവും ജയിക്കും. സ്വാമിയുടെ അനുഗ്രഹ വചസ്സുകൾ ശ്രവിച്ച് ശാന്തനായി തീർന്ന ആശാൻ അന്നു പകൽ 11 മണിക്ക്, അതായത് 1920 നവംബർ 30-ാം തീയതി 1096 വൃശ്ചികം 15-ന് ഇഹലോകവാസം വെടിഞ്ഞു. മരിക്കുമ്പോൾ ആശാന് 58 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആശാൻ്റെ അന്ത്യാഭിലാഷങ്ങൾ 2ഉം പിൽക്കാലത്ത് നിറവേറ്റപ്പെടുകയുണ്ടായി. മൂത്ത മകൻ ദാമോദരൻ പ്രശസ്തമായ നിലയിൽ BA ഓണേഴ്സ് പരീക്ഷ പാസ്സാകുകയും ഈഴവ സമുദായത്തിലെ ആദ്യത്തെ ഓണേഴ്സുകാരൻ എന്ന ബഹുമതി ആർജിക്കുകയും ചെയ്തു. പിന്നീട് BL പരീക്ഷ പാസ്സായ അദ്ദേഹം ദീർഘകാലം ആറ്റിങ്ങൽ മുൻസിഫ് കോടതിയിലെ പ്രശസ്തനായ അഭിഭാഷകനായി തീരുകയും ചെയ്തു. മൂത്ത മകൾ ദാക്ഷായണിയുടെ വിവാഹം ശിവഗിരിയിൽ വെച്ച് തന്നെ നടത്തപ്പെടുകയും ഉണ്ടായി. ദാക്ഷായണിയുടെ മകനാണ് മുൻപ് MP ആയിരുന്ന വർക്കല രാധാകൃഷ്ണൻ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ സതീർത്ഥ്യനും സുഹൃത്തും അതിലുപരി ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനും മഹാകവി കുമാരനാശാൻ്റെ ആശാനുമായ മണമ്പൂർ ഗോവിന്ദനാശാൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് നവംബർ 30. സംസ്കൃത ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹത്തെ ശ്രീനാരായണ ഭക്തരായ നാമെങ്കിലും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ മഹാപ്രതിഭയ്ക്ക് മുൻപിൽ എൻ്റെയും ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെയും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.